പണ്ട് ഒരു സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു. പഠിക്കാൻ പ്രായമായപ്പോൾ അമ്മ മകനെ ഗ്രാമത്തിലെ ഒരു പാഠശാലയിൽ കൊണ്ടുചെന്ന് ആക്കി. അവനാണെങ്കിൽ പഠിത്തത്തിൽ താല്പര്യമൊട്ടും തന്നെ ഇല്ലായിരുന്നു. സഹപാഠികൾക്കും ഗുരുക്കന്മാർക്കും അവൻ വലിയ ശല്യക്കാരനായിരുന്നു. കുരുത്തക്കേടുകൾ കാണിക്കുന്നതിലായിരുന്നു അവന് കൂടുതൽ താല്പര്യം. പലരും അമ്മയുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. എന്നാൽ ആ അമ്മ മകനെ ന്യായീകരിച്ചു. അവർ അവനെ ശാസിച്ചില്ല. മകൻ്റെ കുറ്റം പറയുന്നവരോട് അമ്മ വഴക്കിട്ടു. അങ്ങനെ ഇരിക്കെ മകൻ പുതിയ ഒരു ദുശീലവും കൂടി ആരംഭിച്ചു. അവൻ സഹപാഠികളുടെ സാധനങ്ങൾ മാത്രമല്ല, അയൽപക്കക്കാരുടെയും സാധനങ്ങൾ പതുക്കെ വീട്ടിലെത്തിക്കാൻ തുടങ്ങി. അമ്മ വളരെ സന്തോഷവതിയായി. മകന് പ്രായമാകുമ്പോൾ താൻ വലിയ ഒരു ധനികയാകും എന്നാണ് ആ അമ്മ കരുതിയത്. ബാല്യം കഴിഞ്ഞു. മകൻ കൗമാരത്തിലെത്തി. ഗുരുക്കന്മാരും നാട്ടുകാരും മകനെ കൊണ്ട് പൊറുതിമുട്ടി. സ്കൂളിൽ നിന്നും അവൻ പുറത്തായി. അവന് കള്ളൻ എന്ന ഒരു ഓമന പേരും കിട്ടി. അമ്മയെയും ജനങ്ങൾ പുച്ഛിക്കാനും അകറ്റാനും തുടങ്ങി. അമ്മയ്ക്കും മകനും ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയാതെയായി. ഗ്രാമത്തിനു പുറത്തായി പിന്നീട് അവരുടെ താമസം. നാളുകൾ പലതു കഴിഞ്ഞു. മകൻ അറിയപ്പെടുന്ന ഒരു കള്ളനായി. അവൻ്റെ ദുഷ്കൃത്യങ്ങൾ പല ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. ക്രമേണ അവൻ അമ്മയുടെ അടുത്ത് വരാതെയായി. മകൻ അസന്മാർഗികമായി ജീവിക്കുവാനും തുടങ്ങി. അമ്മ തൻ്റെ ദുർഗതി ഓർത്ത് വിലപിച്ചു. പട്ടിണിയും പരിവട്ടവും തന്നെ. ഗ്രാമത്തിലെ വീടുകളിൽ അവർക്ക് പ്രവേശനമില്ലായിരുന്നു. ആരും അവർക്ക് ജോലി കൊടുത്തില്ല. അമ്മ ഒരു പട്ടിണി കോലമായി. അവർക്ക് ഒരേ ഒരാഗ്രഹമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ: നഷ്ടപ്പെട്ടു പോയ മകനെ ഒന്ന് കണ്ടുപിടിക്കണം. ഒരു ദിവസം വളരെ പരവശയായി ആ സ്ത്രീ ഗ്രാമത്തിലെ ഒരു തെരുവിൽ കൂടി പോവുകയായിരുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അന്ന് പതിവിലേറെ ആളുകൾ തെരുവിൽ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താവാം കാര്യം? രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ എഴുന്നള്ളുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് സാധാരണയായി ആളുകൾ വഴിയോരത്ത് നിൽക്കുന്നത്. ഏതായാലും കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നത് അരിക്ക് എന്ത് കാര്യം? എന്നാൽ രാജാക്കന്മാരുടെ എഴുന്നള്ളത്തായിരുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരു കള്ളനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ബഹളമായിരുന്നു അത്. സ്ത്രീ വഴിയുടെ ഒരു അരികത്ത് ഒതുങ്ങി നിന്നു. അവർ ബഹളത്തിനിടയിലൂടെ കള്ളൻ്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. തൻ്റെ മകൻ, തൻ്റെ പ്രിയപ്പെട്ട മകൻ. അവൾ ഭ്രാന്തിയെപ്പോലെ ആളുകളെ കുതറി മാറ്റി മുന്നോട്ടാഞ്ഞു. ഞൊടിയിടയ്ക്കുള്ളിൽ അവൾ മകൻ്റെ അടുത്തെത്തി. ആ അമ്മ വികാരവിക്ഷുബ്ധയായി മകനെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പെട്ടെന്ന് അതിദീനമായ ഒരു രോദനത്തോടെ ആ സ്ത്രീ പിന്നോട്ട് മാറി. അവളുടെ ചെവിയുടെ ഭാഗത്തു നിന്നും ചോര ചീറ്റി. മകൻ ആ അമ്മയുടെ ചെവി കടിച്ചെടുത്തിരുന്നു. ഭടന്മാർ ആ സ്ത്രീയെ പിടിച്ചു മാറ്റി നിർത്തി. അപ്പോൾ തികച്ചും നിർവികാരനായി കള്ളൻ ജനങ്ങളോട് പറഞ്ഞു: ഈ സ്ത്രീ മാത്രമാണ് എൻ്റെ അഭിശപ്ത ജീവിതത്തിനും നാശത്തിനും ഉത്തരവാദി. ഞാൻ ആദ്യമായി മോഷ്ടിച്ചപ്പോൾ ഈ സ്ത്രീ എന്നെ ശാസിച്ചില്ല. പകരം അനുമോദിക്കുകയാണ് ചെയ്തത്. അതെന്നെ കൂടുതൽ മോഷ്ടിക്കുവാൻ പ്രേരിപ്പിച്ചു. ഞാൻ വലിയ ഒരു കള്ളനും കൊള്ളക്കാരനുമായി. സമൂഹത്തിന് ഞാൻ ഒരു ഭാരവും ഭീഷണിയുമായി. എനിക്ക് മരിക്കുന്നതിന് മടിയില്ല. ഞാൻ അർഹിക്കുന്ന മരണം തന്നെയാണ് ഇത്. പക്ഷേ ഞാൻ ഇന്ന് സംതൃപ്തനാണ്. എന്നെ അധമനാക്കിയ അമ്മയെ കാണാനും അവർക്ക് ഒരു സമ്മാനം കൊടുക്കുവാനും എനിക്ക് കഴിഞ്ഞു. ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ഭടന്മാർ കള്ളനുമായി മുന്നോട്ട് നടന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശം എന്ന ശബ്ദത്തിന് സുഖം എന്നാണ് അർത്ഥം. ശം കരോതി ഇതി ശങ്കര. സുഖം പ്രദാനം ചെയ്യുന്നവൻ ശങ്കരൻ. സുഖത്തിന് ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നവൻ ശങ്കരൻ. അമ്മ ശിവനിൽ നിന്നും വേറെയല്ല. അതുകൊണ്ട് ശാങ്കരി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ നാമം നൽകിയിരിക്കുന്നു. 126 നാമമന്ത്രമാണ് ശാങ്കരി എന്നത്. കാളികാപുരാണത്തിൽ അമ്മ
ഇപ്രകാരം അരുളി ചെയ്യുന്നു: പ്രതിസർഗാദി മധ്യാന്തമഹം ശംഭും നിരാകുലം സ്ത്രീരൂപേണ അനുയാസ്യാമി പ്രാപ്യ ദക്ഷാത് അഹം തനും തതസ്തു വിഷ്ണുമായാം മാം യോഗനിദ്രാം ജഗന്മയീം ശാങ്കരേതി സ്തുവിഷ്യന്തി രുദ്രാണേതി ദിവൗകസ. ഓരോ കൽപ്പത്തിലും, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ആരംഭിക്കുന്ന സമയം ഞാൻ കളങ്കമറ്റ ശംഭുവിനോടൊപ്പം വരുന്നു. അത് ദക്ഷപുത്രിയായി ജനിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്നെ ദേവന്മാർ സർവവ്യാപിയായ വിഷ്ണുമായ യോഗനിദ്ര, പ്രകൃതി, ശാങ്കരി, രുദ്രാണി എന്നൊക്കെയുള്ള നാമങ്ങളാൽ സ്തുതിക്കുന്നു. ഓം ശാങ്കര്यै നമഃ. ഓം ഓം ഹ്രേം ശാങ്കര്यै നമഃ. ശ്രീ മഹാദേവൻ ഒപ്പം ശ്രീ പാർവതീദേവി രണ്ടുപേരെയും ധ്യാനിക്കുന്നതിനുള്ള ഒരു നല്ല മന്ത്രമാണിത്. ആഗ്രഹസാധ്യത്തിനും കാര്യസിദ്ധിക്കും തിങ്കളാഴ്ച ദിവസം ഈ മന്ത്രം കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ജപിക്കുക. ദിവസവും സന്ധ്യാനേരത്ത് വിളക്കു വയ്ക്കുന്ന സമയത്ത് ദീപം ശ്രീ മഹാദേവനും മഹാദേവിയുമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. കാര്യസാധ്യം ഉറപ്പാണ്. ഐശ്വര്യം ഉണ്ടാക്കുന്നവൾ, വിഷ്ണുവിൻ്റെ സഹോദരി എന്നീ 2 അർത്ഥങ്ങൾ വരുന്ന ഒരു നാമം കൊണ്ടാണ് അടുത്തതായി വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സംബോധന ചെയ്യുന്നത്. ശ്രിയം കരോദേതി ശ്രീകര, ഭക്തന്മാർക്ക് ഐശ്വര്യത്തെ ചെയ്യുന്നവൾ, ശ്രീകരനെ സംബന്ധിച്ചവൾ എന്നും ശ്രീകരി എന്ന നാമത്തിന് അർത്ഥമുണ്ട്. ശ്രീകരൻ വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ യോഗമായാദേവി കൂടിയാണ് അമ്മ. വിഷ്ണുവിൻ്റെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ അവതരിച്ച സമയത്ത് യശോദാദേവിയുടെ ഗർഭത്തിൽ അവതരിച്ച് കംസന് വരാനിരിക്കുന്ന ആപത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്രത്യക്ഷയായ യോഗമായാദേവിയാണ് ജഗദീശ്വരി. അതുകൊണ്ട് ശ്രീകരി എന്ന് അമ്മയ്ക്ക് പേര് വരുന്നു. ഓം ശ്രീകര്यै നമഃ. ഓം ഓം ഹ്രേം ശ്രീകര്यै നമഃ. ശ്രീം എന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം. ശ്രീദശ്രേഷ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ കാണാവുന്നതാണ്. ആഗ്രഹസാധ്യത്തിനും ഐശ്വര്യസിദ്ധിക്കും ഈ മന്ത്രവും അതിവിശിഷ്ടമാണ്. ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങാവുന്ന മന്ത്രമാണ് ഇത്. ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. അതുപോലെ മഹാലക്ഷ്മിയെ ധ്യാനിച്ചും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കൃത്യമായ നിഷ്ഠകളൊന്നുമില്ലാതെ എപ്പോഴും മനസ്സിൽ ഈ നാമം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ശുഭപര്യവസായി ആവുകയും പ്രതീക്ഷിക്കുന്നതിൽ അധികം ഗുണ അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നു. സാധ്വി എന്നതാണ് 128ാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. സതീ സാധ്വീ പതിവ്രത എന്ന് അമരകോശം. ലളിതാ പരമേശ്വരീ ദേവി പാതിവൃത്യത്തിൽ നിന്നും അണുവിട പോലും വ്യതിചരിക്കുകയില്ല. സതിയാണെങ്കിലും പാർവതിയാണെങ്കിലും ലളിതയായിട്ടും എല്ലാം അവതരിപ്പിക്കുമ്പോഴും മഹേശ്വരൻ തന്നെയാണ് അമ്മയുടെ ഭർത്താവ്. അങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ എല്ലാ കാലത്തും വേറെ ഒരു ഭർത്താവും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ പാതിവൃത്യത്തിന് വളരെ മഹത്വമുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ അമ്മയുടെ പാതിവൃത്യ മഹിമയെ
ഇപ്രകാരം വാഴ്ത്തുന്നു. കളത്രം വൈധാത്രം ഗതി കതി ഭജന്തേ ന കവയ ശ്രിയോ ദേവ്യാകോവ ന ഭവതി പതി കൈരപി ധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സദീനാം അചരമേ കുജാഭ്യാമാസംഗ കുരവകതരോരപ്യസുലഭ. അല്ലയോ പതിവ്രതയായ അമ്മേ, ബ്രഹ്മദേവന്റെ ഭാര്യയായ സരസ്വതിയെ എത്ര കവികൾ പ്രാപിക്കുന്നില്ല. ഏതാനും ധനങ്ങളെ കൊണ്ടെങ്കിലും ലക്ഷ്മി ദേവിക്ക് ആര് തന്നെ പതിയായി ഭവിക്കുന്നില്ല. അല്ലയോ പതിവ്രതമാരിൽ അഗ്രഗണ്യയായ അമ്മേ, അവിടുത്തെ സ്ഥലങ്ങളെ ആലിംഗനം ചെയ്യുന്നതിന് മഹാദേവന് മാത്രമേ സാധ്യമാകൂ. ചെങ്കുറിഞ്ഞി വൃക്ഷത്തിന് പോലും അത് സാധ്യമാകുന്നില്ല. വിദ്യ കൊണ്ട് സരസ്വതിയെയും ധനം കൊണ്ട് ലക്ഷ്മി ദേവിയെയും പ്രാപിക്കാത്തവർ കുറവാണ്. എന്നാൽ പാർവതീദേവിയെ പ്രാപിച്ചവരാകട്ടെ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ഓം സാധ്വൈ നമഃ. ഓം ഓം ശ്രീം സാധ്വൈ നമഃ. ക്ലീം എന്ന കാമബീജാക്ഷരമുള്ള ഈ യന്ത്രം ഈ മന്ത്രത്തോടൊപ്പം ജപിച്ചുകൊണ്ട് എഴുതി ധരിക്കുന്നത് സർവ ഐശ്വര്യത്തിനും ബാധോപദ്രവങ്ങൾ മാറുന്നതിനും ഏറ്റവും നല്ലതാണ്. ശങ്കരാചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ള ഈ ശ്ലോകവും മന്ത്രവും 7 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ശുദ്ധമായ സ്ഥലത്തിരുന്ന് 7 പ്രാവശ്യം ജപിക്കുന്നതിലൂടെ ആഗ്രഹസാധ്യം മാത്രമല്ല, ശത്രുദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. മോശമായ ദശാസന്ധി കൊണ്ടുണ്ടാകുന്ന സമയദോഷത്തിന് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ഈ മന്ത്രവും ശ്ലോകവും. അമ്മയുടെ അതിശയകരമായ കരുണാകടാക്ഷം ഈ മന്ത്രം സ്ഥിരമായി ജപിക്കുന്നവരിൽ പതിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആദിപരാശക്തിയായ അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.